ക്രിസ്താബ്ദം 1-ാം നൂറ്റാണ്ടിന്റെ 52-ാം ആണ്ടിൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ വിശുദ്ധ തോമാസ് ലീഗ കേരളത്തിലേക്ക് നടത്തിയ സുവിശേഷ പ്രഘോഷണ യാത്രയിൽ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി. തദ്ദേശീയരോടും കുടിയേറ്റക്കാരായ യഹൂദന്മാരോടും ക്രിസ്തുവിന്റെ രക്ഷണ്യ സുവിശേഷം അറിയിച്ച ശേഷം പാലയൂരിൽ തോമാസ് ലീഗ നടത്തിയ തളിക്കുളത്തിലെ അത്ഭുത പ്രവൃത്തിയോടെ ക്രിസ്തുമതം സ്വീകരിച്ച് മാമോദിസ മുങ്ങിയ പകലോമറ്റം, ശങ്കരപുരി, കള്ളി, കാളിയാങ്കൽ എന്നീ ബ്രാഹ്മണ കുടുംബാംഗങ്ങൾ നവീന വിശ്വാസത്തിനെതിരായ ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്നുണ്ടായ എതിർപ്പ് മൂലം പാലയൂരിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നതും ചേരനാടിന്റെ തെക്ക് ഭാഗത്തേക്ക് അങ്കമാലി, ഏറ്റുമാനൂർ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് കുറുവിലങ്ങാട്ട് കാളികാവിൽ അഭയം തേടി. അതേ 4 ഇല്ല നാമങ്ങളിലായി തന്നെ വാസം ചെയ്ത സംഭവ പരമ്പരകൾ കേരള ക്രിസ്തീയ സഭയുടെ അംഗീകരിക്കപ്പെട്ട ചരിത്രത്തിന്റെ ഭാഗമാണ്. നസ്രായനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ പിന്തുടർന്ന നസ്രാണി ബ്രാഹ്മണ കുടുംബങ്ങളിൽ പകലോമറ്റം ബ്രാഹ്മണർ പരമ്പരാഗതമായി വേദ ആചാര്യന്മാരായിരുന്നതിനാലാകാം മാർത്തോമസ് ലീഹ അവർക്ക് മുഖ്യ പുരോഹിത സ്ഥാനങ്ങൾ കൽപ്പിച്ചു നൽകിയത്. സ്നാനപ്പെട്ട മുതിർന്ന ബ്രാഹ്മണ കുടുംബങ്ങളെ പുരോഹിതൻ ആയും പാണ്ഡിത്യമുള്ള മുതിർന്ന കുടുംബങ്ങളെ മഹാപുരോഹിതനായും മാർത്തോമസ് ലീഹ അഭിഷേകം ചെയ്തു. ക്രിസ്തുവർഷം 345 നായ് തോമയുടെ കൂടെ ഇടേഷ്യയിൽ നിന്ന് വന്ന മാർ ഔസേഫ് മെത്രാനാൽ വാഴിക്കപ്പെട്ട 1-ാം ആർക്ക് ദിയാക്കോൻ മുതൽ മാർത്തോമ മെത്രാന്മാരുടെ കാലം ക്രിസ്തുവർഷം 1653 കൂനൻ കുരിശ് സത്യത്തിന് ശേഷം തുടങ്ങുന്നതുവരെയുള്ള ഏതാണ്ട് 1300 വർഷങ്ങൾക്കു മേലെ മലങ്കര സഭയെ നയിച്ച ജാതിക്കു കർത്തവ്യൻ എന്ന അർത്ഥം വരുന്ന ആർക്ക് ദിയാക്കോന്മാർ പകലോമറ്റം കുടുംബത്തിൽ നിന്നായിരുന്നു. അതുപോലെ ക്രിസ്തുവർഷം 1653 മാർത്തോമ 1-ാമൻ മുതൽ ക്രിസ്തുവർഷം 1816 മാർത്തോമ 9-ാമൻ വരെയുള്ള 163 വർഷങ്ങളിലും തുടർച്ചയായി മലങ്കര സഭയെ നയിച്ചിരുന്നതും പകലോമറ്റം കുടുംബത്തിൽ നിന്നുള്ള മെത്രാന്മാരാണ്. ക്രിസ്തുവർഷം 1599 ഉദയംപേരൂർ സുന്നഹ ദോസിലെ ലത്തീൻ വൽക്കരണ ശ്രമങ്ങളെ തുടർന്നുണ്ടായ ക്രിസ്തുവർഷം 1653 കൂനൻ കുരിശ് സത്യത്തിന് ശേഷം രണ്ടായ കേരള സഭയിലെ പഴയ കൂറ്റുകാർ എന്നറിയപ്പെട്ട റോമൻ കത്തോലിക്ക സഭയിലെ ഏതാണ്ട് ക്രിസ്തുവർഷം 1700 വരെ പകലോമറ്റം ആർക്ക് ദിയാക്കോൻ സ്ഥാനം നിലനിന്നു. കുറവിലങ്ങാട്ട് കാളികാവ് എന്നീ സ്ഥലത്തിനടുത്ത് പകലോമറ്റം തറവാട് പള്ളിവളപ്പിൽ പകലോമറ്റം ആർക്ക് ദിയാക്കോന്മാരുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന 5 കബറിടങ്ങൾ കാണപ്പെടുന്നുണ്ട്. കാടുവെട്ടൂർ മൂലകുടുംബ ചരിത്രത്തിന്റെ ആരംഭം പാരമ്പര്യ വിശ്വാസവും ഐതിഹ്യങ്ങളും അനുസരിച്ച് ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ വിശുദ്ധ തോമസ് അപ്പോസ്തലന്റെ കൈകളാൽ പാലയൂരിൽ വെച്ച് മറ്റ് ബ്രാഹ്മണരോടുകൂടെ സ്നാനപ്പെട്ട ശേഷം കുറുവിലങ്ങാട്ടേക്ക് കുടിയേറിയ പകലോമറ്റം കുടുംബത്തിലെ വല്യപ്പൻ ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണാർത്ഥം കുറുവിലങ്ങാട്ട് നിന്നും തന്റെ ഗുരുവും മാർഗദർശിയുമായ മാർത്തോമാസ് ലീഗ ക്രിസ്തുവർഷം 54 കുരിശുനാട്ടി നിർമ്മിച്ച നിരണം പള്ളിയിലേക്കുള്ള ഒരു യാത്രാമധ്യേ പമ്പാ നദിയുടെ കരയിലുള്ള ചെങ്ങന്നൂർ മുതവഴിയിൽ വന്നതോടെയാണ്. നദിക്കരയെ വിശ്രമിക്കവേ മുതവഴിയിലെ സമ്പൽ സമൃദ്ധമായ ചിത്രത്തൂർ മഠത്തിലെ ആഢ്യബ്രാഹ്മണനും ആത്മജ്ഞാന ജിജ്ഞാസുവുമായ മഠാധിപതി, സാത്വികനും ആധ്യാത്മിക ശക്തിയും പ്രാർത്ഥനാപരമുള്ളവനുമായ ഈ യോഗ്യവര്യനെ കാണുകയും അവർ തമ്മിലുണ്ടായ സംഭാഷണത്തിൽ മഠത്തിലെ മൂത്തപുത്രന് കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തുവാൻ സന്താനഭാഗ്യം ഇല്ലെന്നും അക്കാലത്ത് നിലനിന്ന ബ്രാഹ്മണ സമ്പ്രദായമനുസരിച്ച് പുരുഷ സന്താനമില്ലാതെ മഠം അന്യം നിന്നു പോകുമെന്ന ഉത്കണ്ഠയിലാണെന്നും ബോധ്യമായി. വല്യപ്പൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സർവശക്തനായ ദൈവത്തോട് മഠം ആഗ്രഹിക്കുന്നതുപോലെ പുരുഷ സന്തതി ലഭിക്കുവാൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദിവ്യനായ വല്യപ്പനുണ്ടായ വെളിപാടനുസരിച്ച് 1 വർഷത്തിനകം മഠത്തിൽ പുരുഷ സന്തതി ജനിക്കുമെന്ന് പ്രവചിച്ചു. ഈ ദീർഘദർശനം യാഥാർത്ഥ്യമായാൽ നന്ദി സൂചകമായ ഉപകാര സ്മരണയായി മഠത്തിലെ പൂർവിക സ്വത്തിന്റെ നേർപകുതി വല്യപ്പന് ദാനം ചെയ്യുമെന്ന് മഠാധിപതി വാഗ്ദാനം ചെയ്തു പറഞ്ഞു. 1 വർഷത്തിനു ശേഷം വല്യപ്പൻ മഠത്തിൽ തിരിച്ചെത്തിയപ്പോൾ തന്റെ പ്രവചനം യാഥാർത്ഥ്യമായെന്നറിഞ്ഞ് സന്തോഷിച്ചു. ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മഠാധിപതി വാഗ്ദാനം ചെയ്തത് നിവർത്തിച്ച് തന്റെ പൂർവിക സ്വത്തിന്റെ നേർപകുതി മഠത്തിന്റെ തെക്ക് ഭാഗത്തായി വല്യപ്പന് നൽകുകയും ആ സ്ഥലത്ത് ഭവനം നിർമ്മിക്കുവാൻ അനുവദിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ഭവനം പാതിവെട്ടൂർ എന്ന് ആരംഭത്തിൽ വിളിക്കപ്പെട്ടു. പക്ഷേ ആ സ്ഥലം മരങ്ങളും കുറ്റിച്ചെടികളും നിറഞ്ഞ കുറ്റിക്കാടായിരുന്നു. ആ കാട് വെട്ടി തെളിച്ച് താമസ സ്ഥലമാക്കി. അങ്ങനെ കാട് വെട്ടിയ ഊർ എന്നറിയപ്പെട്ടത് ലോപിച്ച് കാടുവെട്ടൂർ എന്നായി.
വല്യപ്പൻ ഒരു ബ്രഹ്മചാരിയായ മഹാപുരോഹിതൻ ആയിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനെയും കുടുംബത്തെയും കൂട്ടിക്കൊണ്ടുവന്നു കൂടെ താമസിപ്പിച്ചു. അവർ ആ സ്ഥലത്തെ മരങ്ങളും കുറ്റിച്ചെടികളും വെട്ടിത്തെളിച്ച് കാലക്ഷേപം ചെയ്ത് ജീവിതം നയിച്ചു. അങ്ങനെ വല്യപ്പന്റെ സഹോദരന്റെ സന്തതി പരമ്പരകളാണ് കാടുവെട്ടൂർ നസ്രാണികൾ. ദൈവഭക്തരും ധാർമ്മികരുമായിരുന്ന മൺമറഞ്ഞ കുടുംബ അംഗങ്ങൾക്കും മുതിർന്നവർക്കും വല്യപ്പൻ വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ജ്ഞാനസ്നാനനാമം യൂഹാനോൻ എന്നാണ്. ക്രിസ്തുവർഷം 72-ാം ആണ്ടിൽ രക്തസാക്ഷിത്വ മരണം വരിച്ച തന്റെ ഗുരുവും അപ്പോസ്തലനുമായ മാർത്തോമയുടെ ശിക്ഷണമനുസരിച്ച് ക്രിസ്തു സുവിശേഷം പ്രചരിപ്പിച്ചുകൊണ്ട് വല്യപ്പൻ നാട്ടിലുടനീളം സഞ്ചരിച്ചു. കാലസമ്പൂർണതയിൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നല്ല പോർപുരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് വല്യപ്പൻ തന്റെ സ്വർഗീയ ഭവനത്തിൽ പരിശുദ്ധന്മാരോടുകൂടി നീതിയുടെ കിരീടം ആ ദിവസത്തിൽ സ്വീകരിക്കുവാൻ ഇഹലോകവാസം വെടിഞ്ഞു. ആ കാലഘട്ടത്തിൽ ചെങ്ങന്നൂരിലും സമീപ പ്രദേശങ്ങളിലും ക്രിസ്തീയ ദേവാലയവും ശവക്കോട്ടയും ഇല്ലാതിരുന്നതിനാലും വല്യപ്പന്റെ ഭൗതിക ശരീരം തനിക്ക് ദാനം കിട്ടിയ സ്ഥലത്ത് അടക്കം ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നതിനാലും ഇപ്പോൾ കുരിയാല ഇരിക്കുന്ന സ്ഥലത്ത് അടക്കം ചെയ്തു. അവിടെ കാടുവെട്ടൂർ തറവാടിന്റെ മുറ്റത്തിന് സമീപം കുരിശിൻ തൊട്ടിയോടുകൂടി പണികഴിപ്പിച്ച സ്മാരക കുടീരം വളരെ പിന്നീട് നിർമ്മിച്ച കാടുവെട്ടൂർ സെന്റ് മേരീസ് പള്ളിയുടെ അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്നു. വല്യപ്പൻ കബറടങ്ങിയ കാലം മുതലേ കുരിയാലത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എണ്ണത്തിരി വിളക്ക് കത്തിച്ചു വരുന്നു. വസൂരി മുതലായ രോഗസൗഖ്യത്തിനും പൈശാചിക ബാധ വിടുതലിനും അഭീഷ്ടകാര്യസിദ്ധിക്കായും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായും നേർച്ചക്കാഴ്ചകളോടെ നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങൾ വിശുദ്ധന്റെ കബറിടത്തിലേക്ക് നിത്യേനയെന്നോണം എത്തിക്കൊണ്ടിരിക്കുന്നത് അസംഖ്യം അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ സംഭവിക്കുന്നുവെന്നതിന്റെ പ്രത്യക്ഷമായ തെളിവുകളാണ്. എല്ലാ ശനിയാഴ്ച രാവിലെയും മറ്റു പ്രത്യേക സന്ദർഭങ്ങളിലും കാടുവെട്ടൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ വല്യപ്പന്റെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി സൂചകമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും കുടുംബാംഗങ്ങളും മറ്റും വിശ്വാസികളും അതിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു.